ഹായ് ഫ്രണ്ട്സ്, ടോപ്പ് സ്ക്രൈബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലേൺ ടാലിയിൽ നമ്മൾ 2 വീഡിയോകളാണ് പരിചയപ്പെട്ടത്. ഒന്നാമത്തെ വീഡിയോ എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിക്ക് എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി പാസ്വേഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ലെഡ്ജർ ക്രിയേഷൻ എന്നുള്ളതാണ്. നമ്മൾ ലോക്കിട്ടിരുന്നു. നമ്മുടെ കമ്പനിയുടെ ഡാറ്റ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. യൂസർ നെയിം കൊടുത്തതിന് ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ഗേറ്റ്വേ ഓഫ് ടാലിയുടെ ഹോം പേജിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന കുറച്ച് ഓപ്ഷനുകൾ നമുക്ക് പരിചയപ്പെടാമെന്ന്. അതിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ സ്ക്രീൻ പ്രിൻ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മുടെ ബില്ലുകൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിൻ്റ് ഓപ്ഷൻ ഉള്ളത്. മറ്റൊന്ന് അതിൽ ടാലി ഷോപ്പ് എന്നുണ്ട്. ടാലിയുടെ അഡീഷണൽ ഫീച്ചേഴ്സുകൾ ടാലിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഷോപ്പ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ടാലി ഷോപ്പിലുള്ളത്. മറ്റൊന്ന് ലാംഗ്വേജ്, അതേപോലെ കീബോർഡ്, കൺട്രോൾ സെൻറ്റർ, സപ്പോർട്ട് സെൻറ്റർ, ഹെൽപ്പ് ഓപ്ഷനുകളെ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടാലി അക്കൗണ്ട്സ് ഓൺലിയും അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററിയും ചെയ്യുന്ന ഓപ്ഷനുകളുണ്ട്. അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന കമ്പനികളാണ് ഇൻവെൻറ്ററി ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ അത് രണ്ടും ഉള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഇന്ന് നമ്മൾ F11 അതിൻ്റെ ഫീച്ചേഴ്സിൽ പോയിട്ട് നമ്മൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ഭാഗങ്ങൾ പരിചയപ്പെടാം. അതിൽ പ്രധാനമായിട്ട് 7 ഓപ്ഷനുകളെ നമുക്ക് കാണാൻ പറ്റും F11ൻ്റെ ഫീച്ചേഴ്സിൽ. ഒന്നാമത്തത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ആണ്. അതേപോലെ ഇൻവെൻറ്ററി ഫീച്ചേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ, ഓഡിറ്റ് ഫീച്ചേഴ്സ്, TSS ഫീച്ചേഴ്സ്, ആഡ് ഓൺ ഫീച്ചേഴ്സ് ആൻഡ് കിറ്റ്. ഇതിൽ ഇന്ന് നമ്മൾ അക്കൗണ്ട്സ് ഫീച്ചേഴ്സിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റിൽ കാണുന്നൊരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്നുള്ളതാണെങ്കിൽ അവിടെ യെസ് ആക്കി കൊടുത്താൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ട ആ വിൻഡോയിലെ ഇൻവെൻറ്ററി എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ നിന്നും ഹൈഡായി പോകുന്നത് കാണാൻ പറ്റും. നേരത്തെ ഇവിടെ നമുക്ക് 7 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ നമുക്ക് 6 ഓപ്ഷനുകളാണുള്ളത്. അതിൽ ഈ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്നുള്ളത് നോ ആക്കി കൊടുത്താൽ നമുക്കത് വീണ്ടും അവിടെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഇൻവെൻറ്ററി ഫീച്ചേഴ്സ് കൂടി ഉള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ലെഡ്ജറുകൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഹെഡിങ്ങുകളാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലെഡ്ജറുകൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ, ഇപ്പോൾ ഡീസൽ എക്സ്പെൻസ്, അതോടെ ഫ്യൂൽ എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, വാട്ടർ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ചാർജ്, നമ്മുടെ CGST, SGST, ഇങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാസ്റ്റർ എന്നുള്ള ഓപ്ഷനിലാണ്. ടാലിയിലെ എല്ലാ ക്രിയേഷനുകളും നടക്കുന്നത് മാസ്റ്റർ എന്നുള്ള ഓപ്ഷനിലാണ്. മാസ്റ്റർ എന്ന ഓപ്ഷനിൽ ആദ്യം കാണുന്നത് അക്കൗണ്ട്സ് ഇൻഫോയാണ്. അക്കൗണ്ട്സ് ഇൻഫോയിൽ നമുക്ക് ആദ്യം അതിൽ കാണുന്ന ഓപ്ഷൻ ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോകളോട് പരിചയപ്പെട്ടു വരാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ലെഡ്ജർ ക്രിയേഷനാണ്. ലെഡ്ജർ ക്രിയേഷൻ്റെ ഓപ്ഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണുന്ന സിംഗിൾ ലെഡ്ജർ ഓപ്ഷനുണ്ട്, മൾട്ടിപ്പിൾ ലെഡ്ജറിൻ്റെ ഓപ്ഷനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്ന് ലെഡ്ജർ എന്നുള്ളത് നമ്മൾ നിൽക്കുന്നതോടുകൂടി നമുക്ക് അവിടെ പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സിംഗിൾ ലെഡ്ജർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ട്, അതായത് ഒരു ലെഡ്ജർ മാത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിംഗിൾ ലെഡ്ജർ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ക്രിയേറ്റ്, ഡിസ്പ്ലേ, ആൾട്ടർ എന്നുള്ള 3 ഓപ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും. ക്രിയേറ്റ് എന്നുള്ളത് പുതിയ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലെഡ്ജറുകളെ വ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ. നിലവിൽ ടാലിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫാൾട്ടായിട്ട് വരുന്ന 2 ലെഡ്ജറുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ക്യാഷ് ആണ്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും ടാലിയിൽ ഡീഫാൾട്ടായി വരുന്ന 2 ലെഡ്ജറുകളാണ്. ബാക്കിയുള്ള ലെഡ്ജറുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ആൾട്ടറാണ്. നമുക്ക് ആൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ ഇന്ന് ഒരു ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു കമ്പ്യൂട്ടർ ഷോപ്പാണ് നമ്മൾ ടാലിയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിൻ്റെ അക്കൗണ്ട്സാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ തരുന്നൊരു ടീമാണ് വേൾഡ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു ടീമിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ക്രെഡിറ്ററാണ്.
നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടീമായതുകൊണ്ട് നമ്മൾ ഇവരുടെ അണ്ടർ കൊടുക്കുന്നത് ക്രെഡിറ്റ് ആണ്. ടാലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിൻ്റെ അണ്ടർ എന്നുള്ളത്. അണ്ടർ മാറിക്കൊടുത്താൽ ടാലിയിൽ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. മറ്റു സോഫ്റ്റ്വെയറുകളെ സംബന്ധിച്ച് ടാലിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അണ്ടർ തന്നെയാണ്. അണ്ടർ കൊടുക്കുന്നിടത്ത് നമുക്ക് മിസ്റ്റേക്കുകൾ വന്നാൽ നമ്മുടെ അക്കൗണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ ഒരുപാട് എററുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളവിടെ അണ്ടർ സൺട്രി ക്രെഡിറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. മറ്റൊന്നവിടെ ചോദിക്കുന്നത് മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഈ പാർട്ടീൻ്റെ അടുത്തിൽ നിന്ന് വാങ്ങുന്ന സംഭവങ്ങൾ, അപ്പോൾ ആദ്യം നമ്മൾ 1 ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്യുന്നു, രണ്ടാമത് 50,000 രൂപക്ക് പർച്ചേസ് ചെയ്യുന്നു, മൂന്നാമത് 25,000 രൂപക്ക് പർച്ചേസ് ചെയ്യുന്നു. മൊത്തം 1,75,000 രൂപയുടെ പർച്ചേസ് നമ്മൾ ചെയ്തിട്ട് 75,000 ക്യാഷ് കൊടുക്കുമ്പോൾ അത് ബിൽ വൈസ്, അതായത് ആദ്യം നമ്മൾ വാങ്ങിയ 1 ലക്ഷത്തിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എസ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോ ആക്കിയാൽ നമുക്ക് ആ ഓപ്ഷൻ കാണില്ല. വീഡിയോകളിൽ നമുക്കത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റും. മറ്റൊന്ന് ഇവിടെ ചോദിക്കുന്നത് എത്ര ദിവസമാണ് നമുക്ക് ഈ ടീം ക്രെഡിറ്റ് തരുന്നത്. നമുക്കതിവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് നമ്മളുടെ ഡ്യൂ ആയി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ടീമുകളെയൊക്കെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയാൽ വ്യൂ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ടാലിയിലെ അടുത്ത വീഡിയോകളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഇത്രയും വിഷയങ്ങൾ കൊടുത്ത് ഇതിൽ GSTയുടെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓപ്ഷനിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താണ്ടായിരുന്നു. അത് നമ്മളിവിടെ വരുത്തിയിട്ടില്ല. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ടാക്സുമായി ബന്ധപ്പെട്ട്, അതായത് ആ പാർട്ടിയുടെ ടിൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകളും നമ്മളിതിൽ ആക്റ്റീവ് ആക്കാനുണ്ട്. അതുകൂടി ആക്റ്റീവ് ആക്കിയാൽ നമുക്കത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇതിൽ തെളിഞ്ഞു വരും. നിലവിൽ നമ്മളത് ആക്റ്റീവ് ആക്കിയിട്ടില്ല. അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ആക്റ്റീവ് ചെയ്തതിന് ശേഷം ഈ ലെഡ്ജർ ക്രിയേഷനിൽ ഒന്നുകൂടി വന്നിട്ട് ഈ പാർട്ടിക്കൊരു ടിൻ നമ്പർ ഉള്ളൊരു പാർട്ടിയാണ്, അതുകൊണ്ട് ടിൻ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ടോപ്പ് സ്ക്രൈബിൻ്റെ ചാനലൊരു വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നന്ദി, നമസ്കാരം.